ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിലൊരു കൽത്തപ്പാണ്. ഇനി നമ്മൾ അരി കുതിർത്തിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കൽത്തപ്പം ഉണ്ടാക്കാതിരിക്കേണ്ട. അരിപ്പൊടി കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കൽത്തപ്പാണിത്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റാവാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 320 ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചിട്ടിട്ടുണ്ട്. പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടത്. ഇതിപ്പോൾ 4 ശർക്കരയാണ് ഉള്ളത്. നിങ്ങൾക്കിപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 350 ഗ്രാമോളം ശർക്കര എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ടൊന്ന് മെൽറ്റാവാനായിട്ട് വെക്കാം. ഇത് മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് കൽത്തപ്പത്തിനുള്ള മാവ് റെഡിയാക്കാം. കൽത്തപ്പത്തിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വറുത്തതോ വറുക്കാത്തതോ ആയ പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വറുക്കാത്ത പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 2 ഏലക്കായ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏലക്കായിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്തിപ്പോൾ ഏലക്കായൊക്കെ പൊടിച്ചതുണ്ടെങ്കിൽ അരച്ച് കഴിഞ്ഞതിന് ശേഷം പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഇതിലേക്ക് 2 ഏലക്കായാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അരിപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെ അളന്നിട്ടാണ് വെള്ളം എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തിപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിന് അളന്നിട്ട് എടുത്താൽ മതി. 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരിപ്പൊടിയും ഏലക്കായും ജീരകവും തേങ്ങയൊക്കെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് മുഴുവനും ഞാൻ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റാവാനായിട്ട് വെച്ച ശർക്കര ഇപ്പം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ചൂടോടെ തന്നെ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിക്കണം. ശർക്കരപ്പാനി ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കട്ട കെട്ടിയതുപോലെ ആവും. അരി കുതിർത്തിയിട്ട് അരച്ചിട്ടുണ്ടാക്കിയ കൽത്തപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൽത്തപ്പത്തിൻ്റെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് കൽത്തപ്പം ചുട്ടെടുക്കാം. കൽത്തപ്പം ചുട്ടെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ കുക്കർ അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കൽത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്നിക്ക് വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ ഗീയും വെളിച്ചെണ്ണയും കൂടി ഒന്നിച്ചിട്ടാക്കിയിട്ട് ഉണ്ടാക്കുക. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഓയിലൊക്കെ ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളർ ആവണം. തേങ്ങാക്കൊത്തൊന്ന് ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടി ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ വഴറ്റി കൊടുക്കുക. ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതി നമുക്ക് കോരി മാറ്റാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. കുറച്ച് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബാറ്റർ ഒന്നും കൂടി ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് തീ നന്നായിട്ട് തന്നെ കൂട്ടി വെക്കുക. ബാറ്റർ മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കുക. ഇനി തീ നമുക്ക്
ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ച ഉള്ളിയും തേങ്ങയും കൂടി വറുത്തത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ കൽത്തപ്പത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നത് കാണുമ്പോൾ നമുക്ക് മൂടി വെക്കാം. വിസിലിടാതെ വേണം മൂടി വെക്കാനേ. ഇപ്പം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുകയൊന്നും വേണ്ട. ഇതിൽ നിന്ന് ആവി പുറത്തേക്ക് വരുന്നത് കാണുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ കൽത്തപ്പം റെഡിയായി കിട്ടും. കൽത്തപ്പം നമ്മൾ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റോളം ആയിട്ടുണ്ട്. 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ആവി പുറത്തേക്ക് വരാൻ തുടങ്ങും. അന്നേരം തീ നന്നായിട്ട് കുറച്ച് വെക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ കൽത്തപ്പം റെഡിയായി കിട്ടും. ആവി വന്നതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കാം. നമ്മുടെ കൽത്തപ്പം റെഡിയായിട്ടുണ്ടാവും. അടുപ്പൊന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പിൽ നിന്ന് ഇത് മാറ്റി ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് തുറന്ന് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കുക്കർ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ചൂടാറി കിട്ടും. ഇനി നമുക്കിതൊന്ന് തുറക്കാം. നമ്മുടെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കൽത്തപ്പം വെച്ച് കൊടുക്കാം. അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ കൽത്തപ്പം ഇവിടെ റെഡിയായി. അരി കുതിർത്തിയിട്ടില്ലെങ്കിലും അരിപ്പൊടി കയ്യിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ കൽത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്